ഓക്കെ, ഈ കഴിഞ്ഞ സെയിൽ ടൈമിലൊന്നും നിങ്ങൾ ഫോണൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വാങ്ങാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മന്താണ് ഈ വരുന്ന നവംബർ മാസം. മറ്റൊന്നും കണ്ടല്ല, നമ്മുടെ ഈ നവംബർ ഡിസംബർ ടൈമിലാണ് ആൻഡ്രോയിഡിലുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വരുന്നത്. ഇപ്രാവശ്യം അതിന് മാറ്റമൊന്നുമില്ല. ഈ വരുന്ന നവംബർ മാസത്തിൽ കുറച്ച് കിട്ടില്ല ഫോണുകൾ ഇവിടെ ലോഞ്ച് ആവുന്നുണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലുള്ളത്. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ മാത്രമൊന്നുമല്ല കേട്ടോ, മിഡ് റേഞ്ചിലുള്ള ഫോണുകളും ഈ ഒരു മാസം ലോഞ്ച് ആവുന്നുണ്ട്. അതിന്റെ എല്ലാത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിലുണ്ട്. ഇനി ഇത് കൂടാതെ വേറെ ഏതെങ്കിലുമൊക്കെ പുതിയ ലോഞ്ച് വരികയാണെങ്കിൽ അതും നമ്മൾ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ അതൊന്നും മിസ് ചെയ്യാൻ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. സോ ടൈം വേസ്റ്റ് ചെയ്യാൻ തുടങ്ങല്ലേ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു 25,000 താഴെ വരാൻ പോകുന്ന രണ്ട് ഫോണുകൾ ഞാൻ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് ഫോണാണ് നത്തിങ് ഫോൺ 3A ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്, ഓൾമോസ്റ്റ് നമ്മുടെ CMO ഫോൺ 2 Pro ഇല്ലേ, അതുപോലത്തെ തന്നെ ലൈറ്റ് ആണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. 6.77 ഇഞ്ച് വരുന്ന ഒരു ഫ്ലെക്സിബിൾ AMOLED 120Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 50+50 മെഗാപിക്സൽ വരുന്ന രണ്ട് ക്യാമറയാണ് വരുന്നത്. പിന്നെ 5000 mAh ബാറ്ററി, 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. രണ്ടാമത്തെ ഫോൺ മോട്ടോറോളയുടെ എഡ്ജ് 60 നിയോ ആണ്. 6.36 ഇഞ്ച് വരുന്ന ഒരു LTP OLED 120Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് MediaTekന്റെ Dimensity 7400 ആണ്. 50 മെഗാപിക്സലിന്റെ ഒരു സോണിയുടെ ക്യാമറ, 30 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 10 മെഗാപിക്സലിന്റെ ഒരു 3x ടെലിഫോട്ടോ ക്യാമറ, പിന്നെ 5000 mAh ബാറ്ററി, 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകും. ഇനി അടുത്തായിട്ട് അണ്ടർ 30,000 താഴെ വരാൻ പോകുന്ന 3 ഫോണുകൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് മോട്ടോറോളയുടെ എഡ്ജ് 70 എന്ന് പറഞ്ഞുള്ള ഫോൺ. ഇനി അങ്ങോട്ട് മോട്ടോറോളയുടെ എഡ്ജ് 70 സീരീസുള്ള ഫോണുകളുടെ ഒരു അതിപ്രവാഹമായിരിക്കും. ഈ ഒരു ഫോൺ 7 ഇഞ്ച് വരുന്ന ഒരു POLED 120Hz ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50+50 മെഗാപിക്സലിന്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പിന്നെ 4800 mAh ബാറ്ററി, 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ്, 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഈ ഒരു കാറ്റഗറി അടുത്തായിട്ട് നമ്മൾ വരാൻ പോകുന്ന ഫോൺ പറഞ്ഞാൽ റെഡ്മിയുടെ നോട്ട് 50 പ്രോയും പ്രോ പ്ലസും ആണ്. ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം എന്താ വെച്ചാൽ, പ്രോയിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, പ്രോ പ്ലസിൽ ക്വാഡ് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇതിന്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.83 ഇഞ്ച് വരുന്ന ഒരു 1.5K റെസൊല്യൂഷനുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50 മെഗാപിക്സലിന്റെ മെയിൻ, 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ സെറ്റപ്പിലാണ് വരുന്നത്. ഇനി 7000 mAh ബാറ്ററി, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ലാവയുടെ ആക്നി 4 എന്ന് പറഞ്ഞിട്ട് ഒരു ഫോണാണ്. 6.78 ഇഞ്ച് വരുന്ന ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. MediaTekന്റെ Dimensity 8350 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50 മെഗാപിക്സലിന്റെ ഒരു ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പിന്നെ 7000 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഈ MediaTek Dimensity 8350 അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ് കേട്ടോ. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന 50,000 പൈസയിൽ വരാൻ പോകുന്ന ഒരു കിടിലൻ ഫോണാണ് OnePlusന്റെ 13R. ഏതാണ്ട് നവംബർ പകുതിയോടൊക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ആവുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം. 6.8 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ വരുന്ന ഒരു LTP OLED ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Elite ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ്. പിന്നെ 50 മെഗാപിക്സലിന്റെ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഈ ഒരു ഫോണിൽ വരാൻ പോകുന്നത്. പിന്നെ 7800 mAh ബാറ്ററി, 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ കളി. ഒട്ടുമിക്ക പേരും വെയിറ്റ് ചെയ്യുന്ന ഫോണുകൾ ഈ ഒരു ലിസ്റ്റിലുണ്ട്. ടോട്ടലി 4 ഫോണാണ് വരാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ് OnePlusന്റെ 15 ആണ്. ഈ ഒരു ഫോൺ ഏതാണ്ട് നവംബർ 13 ലോഞ്ച് ആവുന്നതാണ് കേൾക്കുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ച് വരുന്ന ഒരു LTP 165Hz ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗന്റെ 8 Elite Gen 5 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. പിന്നെ 50+50+50 മെഗാപിക്സൽ വരുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 7300 mAh ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ്, 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് ഒക്കെ ആയിട്ട് വരുന്ന OnePlusന്റെ ഒരു നല്ല ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിരിക്കും ഈ OnePlus 15. ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന iQOO 15 ആണ്. ഒട്ടുമിക്ക പേരും ഗെയിമിങ്ങിന് പ്രിഫർ ചെയ്യുന്ന ഒരു ഫോണാണ്. ഗെയിമിങ് മാത്രമല്ല കേട്ടോ, നല്ല കിടിലൻ ക്യാമറ പെർഫോമൻസും തരുന്ന ഒരു ഫോണാണ് iQOOന്റെ ഫോണുകൾ. സോ ഈ iQOO 15ന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 6.8 ഇഞ്ച് വരുന്ന 2K റെസൊല്യൂഷനുള്ള ഒരു LTP AMOLED 144Hz ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗന്റെ 8 Elite Gen 5 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50+50+50 മെഗാപിക്സലിന്റെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. പിന്നെ 7000 mAh ബാറ്ററി, 100 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഇത് മാത്രമല്ല, ഗെയിമിങ്ങിന് കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പും കൂടി ഈ ഒരു ഫോണിൽ ഉണ്ടായിരിക്കും. പിന്നെ 8 Elite Gen 5 വെച്ച് വരുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഫോൺ കൂടി ആയിരിക്കും ഈ iQOO 15 എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ GT8 Pro ആണ്. ഏതാണ്ട് ഒരു നവംബർ പകുതി ആകുമ്പോഴേക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ആവുന്നതാണ്. നല്ല കിടിലൻ സ്പെക്കും നല്ല അടിപൊളി ഡിസൈൻ ഒക്കെ ആയിട്ടാണ് ഇപ്രാവശ്യം ഈ റിയൽമിയുടെ GT8 Pro വരുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം. 6.78 ഇഞ്ച് വരുന്ന 2K AMOLED 120Hz ഡിസ്പ്ലേ വരാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ആണ് യൂസ് ചെയ്യുന്ന ചിപ്സെറ്റ്. പിന്നെ 50+50+200 മെഗാപിക്സൽ വരുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പിന്നെ 7000 mAh ബാറ്ററി, 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. പിന്നെ ഇപ്രാവശ്യം റിക്കോ GR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമറ കമ്പനി ആയിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. സോ ഇപ്രാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ്
ഇതിൽ കിട്ടാൻ സാധ്യത. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഐക്യു ആയാലും വൺ പ്ലസ് ആയാലും ക്യാമറയിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. സോ നല്ലൊരു ക്യാമറ പെർഫോമൻസ് കൂടി ഈ ഒരു ഫോണിൽ നിന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറഞ്ഞാൽ ഓപ്പോയിൽ നിന്നാണ്. ഓപ്പോയുടെ Find X9 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്. നല്ല കീഴിലും ക്യാമറ പെർഫോമൻസ് തരുന്ന ഫോണാണ് കേട്ടോ. ഇതിന്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ച് വരുന്ന LTPO AMOLED 120 Hz ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. MediaTek Dimensity 9500 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50+50+200 മെഗാപിക്സലിന്റെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 7500 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോ ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഫോണായിരിക്കും. അതുപോലെ തന്നെ നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള ഫോണായിരിക്കും. പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം, ഈ MediaTek Dimensity 9500 എന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ്. നല്ല പെർഫോമൻസ് തന്നെ ചിപ്സെറ്റ് തന്നെയാണ്. സോ പെർഫോമൻസിലും അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും. പിന്നെ ഒട്ടുമിക്ക പേരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഫോണാണ് വിവോയുടെ X300 സീരീസ്. അതെന്തായാലും ഈ നവംബർ മാസത്തിലില്ല. മിക്കവാറും അത് ഡിസംബർ ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോ ഒക്കെ ആയിട്ടായിരിക്കും ലോഞ്ച് ആവുന്നത്. സോ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമ്മളത് സ്പോട്ടിൽ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടോ. സോ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ വിക്കി സൈനിങ് ഓഫ്. ബൈ.